Tecnologia! ഹായ് ഗായ്സ്, UK ഏറ്റവും കൂടുതൽ ചീത്തപ്പേര് കേൾക്കുന്ന ഒരു സാധനമാണ് ഇവിടുത്തെ NHS അല്ലെങ്കിൽ ഇവിടുത്തെ ഹോസ്പിറ്റൽ സർവീസുകൾ. എങ്കിലും നല്ലതെണ്ണം പറയണമല്ലോ. അപ്പോൾ ഈ കാണുന്നത് NHS ഇംഗ്ലണ്ടിന്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജ് വന്നൊരു വീഡിയോ ആണ്. 2 ദിവസം മുന്നേ വന്ന വീഡിയോ ആണ്. അത് ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് ഹൈ റിസ്ക് പേഷ്യൻസിന്റെയൊക്കെ ബ്ലഡ് സാമ്പിൾസ് പരസ്പരം ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആ വീഡിയോ ആണ് കാണുന്നത്. സാധാരണഗതിയിൽ റോഡ് മാർഗമാണെങ്കിൽ അരമണിക്കൂറിന് മുകളിൽ എടുക്കും ഇത് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പോൾ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് വെറും 2 മിനിറ്റിൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. സോ ടെക്നോളജിയുടെ ഒരു വളരെ അടിപൊളി ഒരു ആപ്ലിക്കേഷനാണ്. ഹെൽത്ത് കെയറിൽ വളരെ അടിപൊളി ഒരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ടാണ് എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അത് ഇംപ്രസ് ആയി. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. ഞാൻ കുറച്ചുകൂടി റിസർച്ച് ചെയ്തപ്പം എന്നെ ഞെട്ടിച്ച വേറൊരു കാര്യമുണ്ട്. ലോകത്തിൽ ആദ്യമായിട്ട് ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് ബ്ലഡ് സാമ്പിൾസ് ഉൾപ്പെടെയുള്ള മെഡിക്കൽ ഡെലിവറീസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ വലിയ ഡെവലപ്ഡ് കൺട്രീസ് ആയിട്ടുള്ള UK അല്ലെങ്കിൽ അമേരിക്ക, മറ്റ് യൂറോപ്യൻ കൺട്രീസോ ജപ്പാനോ ഒന്നുമല്ല. ഏതാണെന്ന് മനസ്സിലാകാം. ആഫ്രിക്കയിലെ ഏറ്റവും ചെറിയ രാജ്യങ്ങളിൽ ഒന്നായ റുവാണ്ട എന്ന ഒരു കുഞ്ഞു രാജ്യത്താണ് 2016 ആദ്യമായിട്ട് ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലത്തെ ബ്ലഡ് സാമ്പിൾസും ഉൾപ്പെടെയുള്ള മറ്റ് മെഡിക്കൽ ഡെലിവറീസും ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ലോകത്തിൽ ആദ്യമായിട്ട്, അതും 2016. അപ്പോൾ 9 വർഷങ്ങൾക്ക് മുന്നേ ഇത്രയും ചെറിയ ഒരു കൺട്രിയിലെ ഗവൺമെന്റിന് അവിടുത്തെ പബ്ലിക് ഹെൽത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഡെവലപ്ഡ് ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയെങ്കിൽ അപ്പോൾ എന്തുകൊണ്ട് ഇത്ര ലേറ്റ് ആയിട്ട് UK പോലെ ഡെവലപ്ഡ് കൺട്രിയിൽ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നാണ് ഞാൻ ആലോചിച്ചത്.